ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എസ്.കെ. പൊറ്റക്കാട് എഴുതിയ ദ ഗിഫ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയും ചോദ്യോത്തരങ്ങളുമാണ്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ പാർട്ട് 1 വീഡിയോ ഈ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എക്സാമിന് സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ചാപ്റ്ററാണിത്. നമുക്ക് ആദ്യം സമ്മറി നോക്കാം. ദ സ്റ്റോറി ദ ഗിഫ്റ്റ് റിട്ടൺ ബൈ എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാട് എഴുതിയതാണ് ദ ഗിഫ്റ്റ് എന്ന കഥ. The story begins with the narrator visiting Rome, a beautiful city in Italy. എഴുത്തുകാരൻ ഇറ്റലിയിലെ മനോഹരമായ റോം നഗരം സന്ദർശിക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. He decides to take a bus tour to see the city's famous sights. നഗരത്തിലെ പ്രശസ്തമായ കാഴ്ചകൾ കാണാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. The narrator wants to visit the tomb of the famous English poet Shelley, so he asks the bus conductor to stop at the cemetery. പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ ശവകുടീരം സന്ദർശിക്കാൻ കഥാകാരൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അദ്ദേഹം ബസ് കണ്ടക്ടറോട് സെമിത്തേരിയുടെ സ്റ്റോപ്പിൽ ബസ് നിർത്താൻ ആവശ്യപ്പെടുന്നു. As the bus travels through the city, the narrator enjoys the beautiful scenery and architecture. ബസ് പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എഴുത്തുകാരൻ മനോഹരമായ ദൃശ്യങ്ങളും കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യയും ആസ്വദിക്കുന്നു. When the bus reaches the cemetery, the narrator gets off and meets a flower girl selling bouquets. ബസ് സെമിത്തേരിയിൽ എത്തുമ്പോൾ എഴുത്തുകാരൻ ഇറങ്ങുകയും പൂച്ചെണ്ടുകൾ വിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. He buys bouquet from her, feeling drawn to the fresh flowers and the girl's smile. നല്ല പുതുമയുള്ള പൂക്കളിലും പെൺകുട്ടിയുടെ പുഞ്ചിരിയിലും ആകൃഷ്ടനായി എഴുത്തുകാരൻ അവളിൽ നിന്നൊരു പൂച്ചെണ്ട് വാങ്ങുന്നു. The narrator then meets a man in uniform who is guarding the cemetery entrance. തുടർന്ന് എഴുത്തുകാരൻ സെമിത്തേരി പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കുന്ന യൂണിഫോം ധരിച്ച ഒരാളെ കണ്ടുമുട്ടുന്നു. He asks the man where Shelley's tomb is, but the man tells him it's not there. ഷെല്ലിയുടെ ശവകുടീരം എവിടെയാണെന്ന് എഴുത്തുകാരൻ കാവൽക്കാരനോട് ചോദിക്കുന്നു. പക്ഷേ അത് അവിടെ അല്ലെന്ന് അയാൾ എഴുത്തുകാരനോട് പറയുന്നു. ഷെല്ലീസ് ടൂം ഈസ് ആക്ച്വലി ഇൻ ദ പ്രൊട്ടസ്റ്റന്റ് സെമിട്രി വിച്ച് ഈസ് എ ബിറ്റ് ഫാർ ഫ്രം ദെയർ. യഥാർത്ഥത്തിൽ ഷെല്ലിയുടെ ശവകുടീരം പ്രൊട്ടസ്റ്റന്റ് സെമിത്തേരിയിലാണ്. അത് അവിടെ നിന്ന് കുറച്ച് അകലെയാണ്. The narrator feels disappointed and thinks about leaving. എഴുത്തുകാരൻ നിരാശനായി അവിടെ നിന്ന് പോകാൻ ആലോചിക്കുന്നു. But then he remembers that cemeteries close at sunset and he doesn't want to miss the opportunity to see the cemetery. പക്ഷേ സൂര്യാസ്തമയത്തോടെ സെമിത്തേരികൾ അടയ്ക്കുമെന്ന് എഴുത്തുകാരൻ ഓർക്കുന്നു. സെമിത്തേരി കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. So he decides to enter the cemetery anyway. അതുകൊണ്ട് എന്തായാലും സെമിത്തേരിയിൽ പ്രവേശിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. Inside the cemetery, the narrator is struck by its beauty. സെമിത്തേരിയിൽ പ്രവേശിച്ച അദ്ദേഹം സെമിത്തേരിയുടെ ഭംഗിയിൽ ആകൃഷ്ടനാകുന്നു. He sees many tombstones, some simple and some grand, with crosses and other symbols on them. കുരിശുകളും മറ്റു ചിഹ്നങ്ങളുമുള്ള ഒരുപാട് ശവകുടീരങ്ങൾ അദ്ദേഹം കാണുന്നു. ചിലത് ലളിതവും ചിലത് ഗംഭീരവുമാണ്. The narrator notices that people from all walks of life are buried there, side by side. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകളെ അവിടെ അടുത്തടുത്തായി അടക്കം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. As he walks through the cemetery, the narrator meets an old couple visiting their son's tomb. അദ്ദേഹം സെമിത്തേരിയിലൂടെ നടക്കുമ്പോൾ മകന്റെ ശവകുടീരം സന്ദർശിക്കാൻ പോകുന്ന വൃദ്ധ ദമ്പതികളെ കാണുന്നു. The couple brings flowers and a toy airplane which touches the narrator's heart. വൃദ്ധ ദമ്പതികൾ പൂക്കളും ഒരു കളിപ്പാട്ട വിമാനവും കൊണ്ടുവരുന്നു. അത് എഴുത്തുകാരൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. The old couple doesn't cry or show much emotion, but it's clear they deeply miss their son. വൃദ്ധ ദമ്പതികൾ കരയുകയോ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അവർ അവരുടെ മകനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെന്ന് വ്യക്തമാണ്. The narrator learns that the son Chico died when he was just 9 years old and the old couple still thinks of him as a young boy.
അവരുടെ മകൻ ചിക്കോയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ മരിച്ചുവെന്ന് എഴുത്തുകാരൻ മനസ്സിലാക്കുന്നു. വൃദ്ധ ദമ്പതികൾ ഇപ്പോഴും അവനെ ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കരുതുന്നത്. They visit his tomb regularly, bringing gifts and talking to him as if he were still alive. വൃദ്ധ ദമ്പതികൾ പതിവായി അവൻ്റെ ശവകുടീരം സന്ദർശിക്കുകയും സമ്മാനങ്ങൾ കൊണ്ടുവരികയും അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന തരത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യുന്നു. The narrator is moved by the old couple's love and decides to place his bouquet at Chico's tomb. വൃദ്ധ ദമ്പതികൾക്ക് മകനോടുള്ള സ്നേഹത്തിൽ വികാരഭരിതനായ എഴുത്തുകാരൻ ചിക്കോയുടെ ശവകുടീരത്തിൽ തൻ്റെ പൂച്ചെണ്ട് വയ്ക്കാൻ തീരുമാനിക്കുന്നു. As he does so, he reflects on the cemetery as a place where people show their love and grief. അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ അവരുടെ സ്നേഹവും ദുഃഖവും പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമായി സെമിത്തേരിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. The narrator's visit to the cemetery was a memorable experience. എഴുത്തുകാരൻ്റെ സെമിത്തേരി സന്ദർശനം മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. He saw how much the old couple loved their son and how they still remembered him. വൃദ്ധ ദമ്പതികൾ തങ്ങളുടെ മകനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവർ ഇപ്പോഴും അവനെ എങ്ങനെ ഓർക്കുന്നുണ്ടെന്നും അദ്ദേഹം കണ്ടു. The story teaches us about the power of love and memory. സ്നേഹത്തിൻ്റെയും ഓർമ്മയുടെയും ശക്തിയെക്കുറിച്ച് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. Even in death, people can show their love and respect for each other. മരണത്തിൽ പോലും ആളുകൾക്ക് പരസ്പരം സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ കഴിയും. The narrator's experience in the cemetery was a reminder of the importance of human connections. മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു എഴുത്തുകാരന് സെമിത്തേരിയിൽ നിന്ന് ലഭിച്ച അനുഭവം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി. ഇനി ഈ ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വൈ ഡിഡ് ദി ഓഥർ എൻ്റർ ദ എംപ്റ്റി സർക്കുലർ ബസ്? എഴുത്തുകാരൻ എന്തിനാണ് എംപ്റ്റി സർക്കുലർ ബസ്സിൽ കയറിയത്? ആൻസർ, ദി ഓഥർ എൻ്റേർഡ് ദ ബസ് ടു വിസിറ്റ് ഷെല്ലീസ് ടൂം. ഷെല്ലിയുടെ ശവകുടീരം സന്ദർശിക്കാനാണ് എഴുത്തുകാരൻ ബസ്സിൽ കയറിയത്. അടുത്ത ചോദ്യം, വൈ വാസ് ഇറ്റ് നോട്ട് ഡിഫിക്കൽട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് ഓഫ് റോം? റോമിലെ ബസ്സുകളിൽ സമയം കളയാൻ ബുദ്ധിമുട്ടില്ലായിരുന്നത് എന്തുകൊണ്ട്? ആൻസർ, ദ ബസ് റൈഡ് വാസ് എൻജോയബിൾ ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ സീനറി ആൻഡ് ആർക്കിടെക്ചർ. മനോഹരമായ ദൃശ്യങ്ങളും വാസ്തുവിദ്യയും കാരണം ബസ് യാത്ര ആസ്വാദികരമായിരുന്നു. വാട്ട് പ്രോംപ്റ്റഡ് ദി ഓഥർ ടു ബൈ എ ബുക്കെ ഓഫ് ഫ്ലവേഴ്സ്? പൂച്ചെണ്ട് വാങ്ങാൻ എഴുത്തുകാരനെ പ്രേരിപ്പിച്ചതെന്താണ്? ദി ഓഥർ ബോട്ട് ഫ്ലവേഴ്സ് ബിക്കോസ് ഓഫ് ദ ഫ്ലവർ ഗേൾസ് സ്മൈൽ ആൻഡ് ടു ഓണർ ഷെല്ലീസ് മെമ്മറി. പൂക്കൾ വിൽക്കുന്ന പെൺകുട്ടിയുടെ പുഞ്ചിരി കണ്ടതും ഷെല്ലിയുടെ ഓർമ്മകളെ ആദരിക്കുന്നതിനും വേണ്ടിയാണ് എഴുത്തുകാരൻ പൂക്കൾ വാങ്ങിയത്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദി ഓഥർ ഫീൽ പിറ്റി ഫോർ ദ മാൻ ഇൻ യൂണിഫോം? യൂണിഫോമിലുള്ള ആ മനുഷ്യനോട് എഴുത്തുകാരന് സഹതാപം തോന്നിയത് എന്തുകൊണ്ടാണ്? ആൻസർ, ദി ഓഥർ ഫെൽ പിറ്റി ബിക്കോസ് ദ മാൻ ഹാഡ് ടു ഗാർഡ് എ സെമിട്രി. ഒരു സെമിത്തേരിയിൽ കാവൽ നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് എഴുത്തുകാരന് ആ മനുഷ്യനോട് സഹതാപം തോന്നിയത്. അടുത്ത ചോദ്യം, വൈ ഡസ് ദി ഓഥർ ബിക്കം ഡെസ്പെറേറ്റ്? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ നിരാശനായത്? ആൻസർ, ദി ഓഥർ ബിക്കംസ് ഡെസ്പെറേറ്റ് വെൻ ഹി റിയലൈസസ് ദ സെമിട്രി വിൽ ക്ലോസ് സൂൺ. സെമിത്തേരി ഉടൻ അടയ്ക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് എഴുത്തുകാരൻ നിരാശനായത്. അടുത്ത ചോദ്യം, വൈ ഡസ് ദി ഓഥർ അബാൻഡൻ ദി ഐഡിയ ഓഫ് ലീവിംഗ് ദ സെമിട്രി? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ സെമിത്തേരി വിടാനുള്ള ആശയം ഉപേക്ഷിക്കുന്നത്? ആൻസർ, ദി ഓഥർ ലൈക്സ് ദ സെമിട്രീസ് പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ, സോ ഹി ഡിസൈഡ്സ് ടു സ്റ്റേ. എഴുത്തുകാരന് സെമിത്തേരിയിലെ ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ദി ഓഥർ ഫീൽ അബൌട്ട് ദ സെമിട്രി? സെമിത്തേരിയെക്കുറിച്ച് എഴുത്തുകാരന് എന്താണ് തോന്നിയത്? ആൻസർ, ദി ഓഥർ ഫെൽ ദ സെമിട്രി വാസ് എ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ്. സെമിത്തേരി ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലമാണെന്ന് എഴുത്തുകാരന് തോന്നി. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ തിങ്സ് ദി ഓൾഡ് കപ്പിൾ ബ്രോട്ട് ടു ദ ടൂം ഓഫ് ദെയർ സൺ? വൃദ്ധ ദമ്പതികൾ മകന്റെ ശവകുടീരത്തിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്?
ആൻസർ, ദേ ബ്രോട്ട് ഫ്ലവേഴ്സ് ആൻഡ് എ ടോയ് എയർപ്ലെയിൻ. അവർ പൂക്കളും ഒരു കളിപ്പാട്ട വിമാനവുമാണ് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദി ഓൾ കപ്പിൾ ഷെഡ് നോ ടിയേഴ്സ്? വൃദ്ധ ദമ്പതികൾ എന്തുകൊണ്ടാണ് കരയാതിരുന്നത്? ആൻസർ, ദി ഓൾ കപ്പിൾ ഷെഡ് നോ ടിയേഴ്സ് ബിക്കോസ് ദേ തിങ്ക് ഓഫ് their son as sleeping in the cemetery and they bid him good night as if he were still alive. തങ്ങളുടെ മകൻ സെമിത്തേരിയിൽ ഉറങ്ങുകയാണെന്ന് കരുതിയാണ് വൃദ്ധ ദമ്പതികൾ കരയാത്തത്. സെമിത്തേരി സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ അവർ മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന തരത്തിൽ അവർ അവനോട് ഗുഡ് നൈറ്റ് എന്നും പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ദി ഓതർ ഡു ആഫ്റ്റർ ദി ഓൾഡ് കപ്പിൾ ഹാഡ് ലെഫ്റ്റ് ദ ടൂം ഓഫ് ദെയർ സൺ? വൃദ്ധ ദമ്പതികൾ അവരുടെ മകന്റെ ശവകുടീരം സന്ദർശിച്ച് തിരിച്ചുപോയ ശേഷം എഴുത്തുകാരൻ എന്താണ് ചെയ്തത്? ആൻസർ, ദി ഓതർ പ്ലേസ്ഡ് ഹിസ് ബുക്കെ അറ്റ് ദ ടൂം. എഴുത്തുകാരൻ തൻ്റെ പൂച്ചെണ്ട് കല്ലറയിൽ വച്ചു. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദി ഓതർ വാട്ട് വുഡ് ബി ദി ഓൾഡ് കപ്പിൾസ് കോൺസെപ്റ്റ് അബൌട്ട് ദെയർ ബെറീവ്ഡ് സൺ? എഴുത്തുകാരൻ്റെ അഭിപ്രായത്തിൽ വൃദ്ധ ദമ്പതികൾക്ക് അവരുടെ മകനെക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും? ആൻസർ, ദി ഓൾഡ് കപ്പിൾ വുഡ് സ്റ്റിൽ തിങ്ക് ഓഫ് ദെയർ സൺ ആസ് എ യങ് ബോയ്. വൃദ്ധ ദമ്പതികൾ ഇപ്പോഴും അവരുടെ മകനെ ഒരു കൊച്ചുകുട്ടിയായിട്ടായിരിക്കും കരുതുന്നത്. അടുത്ത ചോദ്യം, റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ സെമിട്രി ദി ഓതർ വിസിറ്റഡ്. എഴുത്തുകാരൻ സന്ദർശിച്ച സെമിത്തേരിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. ആൻസർ, ദ സെമിട്രി ദി ഓതർ വിസിറ്റഡ് വാസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ പ്ലേസ്. എഴുത്തുകാരൻ സന്ദർശിച്ച സെമിത്തേരി ഭംഗിയുള്ളതും സമാധാനപരവുമായ ഒരു സ്ഥലമായിരുന്നു. ഇറ്റ് ഹാഡ് എ ബിഗ് ഗാർഡൻ അറൌണ്ട് ഇറ്റ് വിത്ത് മെനി ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. ചുറ്റും ധാരാളം മരങ്ങളും പൂക്കളും നിറഞ്ഞൊരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് വെയർ ബറീഡ് ദെയർ, റിച്ച് ആൻഡ് പുവർ, ഫേമസ് ആൻഡ് അൺനോൺ. ധനികരും ദരിദ്രരും പ്രശസ്തരും അജ്ഞാതരും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകളെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ദി ഓതർ ഫെൽറ്റ് ദാറ്റ് ദ സെമിട്രി വാസ് എ സ്പെഷ്യൽ പ്ലേസ് വെയർ പീപ്പിൾ റിമെമ്പേർഡ് ആൻഡ് ഓണർഡ് ദെയർ ലവ്ഡ് വൺസ്. ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് സെമിത്തേരി എന്ന് എഴുത്തുകാരന് തോന്നി. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദി ഓതർ കൺസിഡർ ദ സെമിട്രി ആസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ സെമിത്തേരിയെ മരണത്തിൻ്റെ മണിയറയായി കണക്കാക്കിയത്? ആൻസർ, ദി ഓതർ കോൾഡ് ദ സെമിട്രി ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത് ബിക്കോസ് ഇറ്റ് വാസ് എ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. ശാന്തമായ ഒരു സ്ഥലമായതിനാലാണ് എഴുത്തുകാരൻ സെമിത്തേരിയെ മരണത്തിൻ്റെ മണിയറ എന്ന് വിളിച്ചത്. വെൻ ഹി ലുക്ക്ഡ് ഇൻസൈഡ് ഹി ഫെൽറ്റ് ഡ്രോൺ ടു ഇറ്റ്. സെമിത്തേരിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ എഴുത്തുകാരൻ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഹി തോട്ട് ഇറ്റ് വാസ് എ സ്പെഷ്യൽ പ്ലേസ് വെയർ പീപ്പിൾ വെന്റ് ടു റിമെമ്പർ ദെയർ ലവ്ഡ് വൺസ്. ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കാൻ പോകുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് സെമിത്തേരി എന്ന് അദ്ദേഹം കരുതി. അടുത്ത ചോദ്യം, ഓൺ എൻട്രിങ് ദ സെമിട്രി ഹി ഫെൽ ആസ് ഇഫ് ഹി വാസ് സ്ലിപ്പിംഗ് അവേ ഫ്രം ദ ലാൻഡ് ഓഫ് ദ ലിവിംഗ്. വാട്ട് മെയ്ഡ് ഹിം ഫീൽ ലൈക്ക് ദാറ്റ്? സെമിത്തേരിയിൽ പ്രവേശിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് താൻ അകന്നു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്? ആൻസർ, when the author entered the cemetery, he felt like he was leaving the world of the living behind. This was because the cemetery was a place of death and remembrance. എഴുത്തുകാരൻ സെമിത്തേരിയിൽ പ്രവേശിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ലോകം വിട്ടുപോകുന്നതായി തോന്നി. കാരണം സെമിത്തേരി മരണത്തിൻ്റെയും ഓർമ്മയുടെയും സ്ഥലമായിരുന്നു. It was a quiet and serious place that made him feel different. ശാന്തവും ഗൗരവമുള്ളതുമായൊരു സ്ഥലമായിരുന്നു സെമിത്തേരി. അതുകൊണ്ട് അദ്ദേഹത്തിന് വ്യത്യസ്തമായി അനുഭവപ്പെട്ടു. അടുത്ത ചോദ്യം, ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ. ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. മരണം ഒരു മികച്ച സമത്വവാദിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇതേ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം. There were simple tombstones near marble ones. Dukes and lords and ordinary workers and laborers had been buried side by side. Death is a great leveler. Do you agree? Justify your answer in the light of the story, The Gift.
മാർബിൾ കല്ലറകൾക്ക് സമീപം ലളിതമായ ശവകുടീരങ്ങളുണ്ടായിരുന്നു. പ്രഭുക്കന്മാരെയും സാധാരണ തൊഴിലാളികളെയും അടുത്തടുത്തായി അടക്കം ചെയ്തിരിക്കുന്നു. മരണം ഒരു മികച്ച സമത്വവാദിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആൻസർ യെസ്. ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ. അതെ, മരണം ഒരു മികച്ച സമത്വവാദിയാണ്. In the cemetery, everyone is equal, no matter how rich or poor they were in life. ജീവിതത്തിൽ എത്ര ധനികരോ ദരിദ്രരോ ആയിരുന്നാലും സെമിത്തേരിയിൽ എല്ലാവരും തുല്യരാണ്. Death makes everyone the same and it reminds us that we are all human beings. മരണം എല്ലാവരെയും ഒരുപോലെയാക്കുന്നു. നാം എല്ലാവരും മനുഷ്യരാണെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, why does the author compare the cemetery to a stage on which the light and the shade play of life's mysteries was being enacted? ജീവിത രഹസ്യങ്ങളുടെ വെളിച്ചവും നിഴലും നിറഞ്ഞ നാടകം അവതരിപ്പിക്കപ്പെടുന്ന ഒരു വേദിയോട് എഴുത്തുകാരൻ സെമിത്തേരിയെ താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? Answer, the author compares the cemetery to a stage because it's a place where people's stories and emotions are shown. ആളുകളുടെ കഥകളും വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമായതിനാൽ എഴുത്തുകാരൻ സെമിത്തേരിയെ ഒരു വേദിയോട് താരതമ്യം ചെയ്യുന്നത്. People visit the cemetery to remember their loved ones and it's a place of many feelings. പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കാൻ ആളുകൾ സെമിത്തേരി സന്ദർശിക്കുന്നു. സെമിത്തേരി ഒരുപാട് വികാരങ്ങളുടെ ഒരു സ്ഥലമാണ്. The author felt that the cemetery was like a stage where people's lives and memories were being acted out. ആളുകളുടെ ജീവിതവും ഓർമ്മകളും അഭിനയിച്ചു കാണിക്കുന്ന ഒരു വേദി പോലെയാണ് സെമിത്തേരി എന്നാണ് എഴുത്തുകാരന് തോന്നിയത്. അടുത്ത ചോദ്യം, cemeteries could very well be described as the silent battlefield of emotions. Discuss. വികാരങ്ങളുടെ നിശബ്ദ യുദ്ധക്കളം എന്ന് സെമിത്തേരിയെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക. ആൻസർ, cemeteries can be called silent battlefield of emotions because people visit to express their feelings. സെമിത്തേരിയെ വികാരങ്ങളുടെ യുദ്ധക്കളം എന്ന് വിശേഷിപ്പിക്കാം, കാരണം ആളുകൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇവിടെ എത്തുന്നു. Some people are sad while others are peaceful. ചിലർ ദുഃഖിതരാണ്, മറ്റുള്ളവർ ശാന്തരാണ്. The cemetery is a place where people show their love and grief and it's a place of many emotions. ആളുകൾ അവരുടെ സ്നേഹവും ദുഃഖവും പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അത് നിരവധി വികാരങ്ങളുടെ ഒരു സ്ഥലവുമാണ്. അടുത്ത ചോദ്യം, why does the author decide to place the bouquet at the tomb of Chico? ചിക്കോയുടെ ശവകുടീരത്തിൽ പൂച്ചെണ്ട് വയ്ക്കാൻ എഴുത്തുകാരൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ, the author decides to place the bouquet at Chico's tomb because he was touched by the old couple's love. വൃദ്ധ ദമ്പതികൾക്ക് അവരുടെ മകനോടുള്ള സ്നേഹം കണ്ടിട്ടാണ് എഴുത്തുകാരൻ ചിക്കോയുടെ ശവകുടീരത്തിൽ പൂച്ചെണ്ട് വയ്ക്കാൻ തീരുമാനിക്കുന്നത്. They visited their son's tomb, brought flowers and toys and talked to him like he was still alive. വൃദ്ധ ദമ്പതികൾ മകന്റെ ശവകുടീരം സന്ദർശിക്കാൻ വന്നപ്പോൾ പൂക്കളും കളിപ്പാട്ടങ്ങളും കൊണ്ടുവന്നു. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ അവനോട് സംസാരിച്ചു. The author was moved by their love and decided to leave his bouquet as a sign of respect. വൃദ്ധ ദമ്പതികൾക്ക് അവരുടെ മകനോടുള്ള സ്നേഹം കണ്ട് എഴുത്തുകാരൻ വികാരഭരിതനായി ബഹുമാന സൂചകമായി തൻ്റെ പൂച്ചെണ്ട് ചിക്കോയുടെ ശവകുടീരത്തിൽ സമർപ്പിച്ചു. അടുത്ത ചോദ്യം, റിട്ടേണിംഗ് ഫ്രം ഹിസ് വിസിറ്റ് ടു ദ സെമിട്രി, ദി ഓഥർ ഓഫ് ദ സ്റ്റോറി ദ ഗിഫ്റ്റ്, എസ്.കെ. പൊറ്റക്കാട് wrote about his experiences in his diary. Write a possible diary entry. ദ ഗിഫ്റ്റ് എന്ന കഥ എഴുതിയ എസ്.കെ. പൊറ്റക്കാട് സെമിത്തേരി സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഒരു ഡയറി എഴുതുന്നു. എന്തൊക്കെയായിരിക്കാം അദ്ദേഹം എഴുതുന്നത്? ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ നോക്കാം. മന്ത്, ഡേറ്റ്, ഇയർ എഴുതുക, ഡേ എഴുതുക, ടൈം എഴുതുക, സല്യൂട്ടേഷൻ എഴുതുക. ഇവിടെ ഡിയർ ഡയറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കണ്ടന്റ് എഴുതുക. ടുഡേ ഐ വിസിറ്റഡ് എ സെമിട്രി വിത്ത് എ ബുക്കെ ഓഫ് ഫ്ലവേഴ്സ്. ഇന്ന് ഞാൻ ഒരു പൂച്ചെണ്ടുമായി ഒരു സെമിത്തേരി സന്ദർശിച്ചു. ഐ ഫെൽറ്റ് എ സെൻസ് ഓഫ് പീസ് ആൻഡ് കാം ആസ് ഐ വോക്ക് ത്രൂ ദ ഗാർഡൻസ് ആൻഡ് റോസ് ഓഫ് ടൂം സ്റ്റോൺസ്. പൂന്തോട്ടത്തിലൂടെയും ശവകുടീരങ്ങളുടെ ഇടയിലൂടെയും നടന്നപ്പോൾ എനിക്ക് സമാധാനവും ശാന്തതയും അനുഭവപ്പെട്ടു.
I saw many people visiting the graves of their loved ones, leaving flowers and saying goodbye. പലരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവകുടീരങ്ങൾ സന്ദർശിച്ച് പൂക്കളർപ്പിച്ച് വിട പറയുന്നത് ഞാൻ കണ്ടു. I felt like an observer watching the emotions play out around me. എൻ്റെ ചുറ്റും നിറയുന്ന വികാരങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനെ പോലെ എനിക്ക് തോന്നി. I saw an old couple visit a small grave and they left a bouquet and a toy airplane. ഒരു വൃദ്ധ ദമ്പതികൾ ഒരു ചെറിയ ശവക്കുഴി സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു. അവർ ഒരു പൂച്ചെണ്ടും ഒരു കളിപ്പാട്ട വിമാനവും അവിടെ സമർപ്പിച്ചു. They said good night to Chico and walked away without tears. അവർ ചിക്കോയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ ശേഷം കരയാതെ തിരിച്ചു നടന്നു. I went to the grave and saw that it belonged to a young child. ഞാൻ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് പോയി അതൊരു കൊച്ചുകുട്ടിയുടേതാണെന്ന് കണ്ടു. I left my bouquet there, feeling a sense of connection to the child and the family who misses them. എൻ്റെ പൂച്ചെണ്ട് അവിടെ വെച്ചപ്പോൾ അവരെ മിസ് ചെയ്യുന്ന കുട്ടിയുമായും കുടുംബവുമായും ഒരു ബന്ധം എനിക്ക് തോന്നി. The cemetery felt like a battlefield of emotions where people come to remember and honor their loved ones. സെമിത്തേരി വികാരങ്ങളുടെ ഒരു യുദ്ധക്കളം പോലെ തോന്നി. അവിടെ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാനും ആദരിക്കാനും എത്തുന്നു. I felt grateful for the experience and the reminder to appreciate life and the people around me. ജീവിതത്തെയും എൻ്റെ ചുറ്റുമുള്ള ആളുകളെയും വിലമതിക്കാനുള്ള അനുഭവത്തിനും ഓർമ്മപ്പെടുത്തലിനും ഞാൻ നന്ദിയുള്ളവനായി തോന്നി. ഡയറി എഴുതുന്ന ആളുടെ പേരെഴുതി ഉത്തരം അവസാനിപ്പിക്കുക. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. എല്ലാവരും നന്നായി പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.